ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ഭക്തഹാർദതമോ ഭേദ ഭാനുമദ്ഭാനുസന്തതിഃ ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി എന്ന 88-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര എന്ന 89-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ശിവപ്രിയ, അതായത് ദേവിയുടെ 409-ാമത്തെ നാമം ശിവപ്രിയ, പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ ശിവനിൽ അത്യന്തം പ്രിയമുള്ളവൾ എന്നും അർത്ഥം. ശിവനെ ഭജിക്കുന്നവർ അമ്മയ്ക്കും അമ്മയെ ഭജിക്കുന്നവർ ശിവനും ഒരുപോലെ പ്രിയപ്പെട്ടവരായി മാറുന്നു. സൂര്യന് തൻ്റെ പ്രകാശത്തെ മാറ്റി നിർത്താൻ കഴിയാത്തതുപോലെ ശിവന് തൻ്റെ പ്രിയപ്പെട്ട ശക്തിയെയും മാറ്റി നിർത്താൻ കഴിയില്ല. അതായത് ഇവിടെ പ്രിയ എന്നാൽ വെറുമൊരു ഇഷ്ടമല്ല, മറിച്ച് ശിവൻ്റെ ആത്മാവ് തന്നെയായി വർത്തിക്കുന്നവൾ എന്നാണ് അർത്ഥം. ശിവൻ്റെ ഹൃദയേശ്വരിയാണ് അമ്മ. ശിവം എന്നാൽ മംഗളം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ മംഗളം പ്രിയമായിട്ടുള്ളവൾ എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. ഭക്തർക്ക് നന്മ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവളാണ് അമ്മ. ശിവപ്രിയയായ അമ്മയെ ആരാധിച്ചാൽ നമുക്ക് ശിവൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം ഒരേ സമയം ലഭിക്കുന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ടവളെ വണങ്ങുന്നവനെ മഹാദേവൻ ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ശിവനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ്? ശിവപ്രിയയായ അമ്മയെ ഭജിക്കുക എന്നതാണ് ആ ഏറ്റവും എളുപ്പമുള്ള വഴി. ഇനി ദേവിയുടെ 410-ാമത്തെ നാമമായ ശിവപര, ശിവനിൽ മാത്രം താല്പര്യമുള്ളവൾ അല്ലെങ്കിൽ ശിവനേക്കാൾ ശ്രേഷ്ഠയായവൾ. ശിവൻ തൻ്റെ ഉപാസനയിലൂടെ ഏതു പരമമായ അവസ്ഥയിലാണോ എത്തുന്നത് ആ അവസ്ഥയാണ് അമ്മ. ശിവനിൽ മാത്രം ശ്രദ്ധയുള്ളവൾ എന്ന ഭാവം ഒരു ഉത്തമ പത്നിയുടെയും ഭക്തയുടെയും മാതൃകയാണ്. അതേസമയം ശിവൻ പോലും ഏത് പരാശക്തിയെയാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യസ്ഥാനം അമ്മയാണ് എന്ന അർത്ഥം അമ്മയുടെ പരമാധികാരത്തെയും കാണിക്കുന്നു. ഇനി ദേവിയുടെ 411-ാമത്തെ നാമമായ ശിഷ്ടേഷ്ട. ശിഷ്ടേഷ്ട എന്ന നാമം പിരിച്ചാൽ ശിഷ്ടാഹ പ്ലസ് ഇഷ്ടാഹ, അതായത് ശിഷ്ടാനാം ഇഷ്ട, ശിഷ്ടന്മാർക്ക് പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവൾ എന്നും അർത്ഥം. ശിഷ്ടന്മാർ എന്ന് വെച്ചാൽ ആരാണ്? ശാസ്ത്രവിധിപ്രകാരം ജീവിക്കുന്നവർ, സദാചാരവും വിനയവും ഉള്ളവർ, മനസ്സിൽ കള്ളത്തരമില്ലാത്ത ശുദ്ധരായ ഭക്തർ, ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നവർ. ചുരുക്കത്തിൽ നല്ലവരായ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് അമ്മ. തിരിച്ച് അങ്ങനെയുള്ളവരെ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ദേഷ്യവും ഉപേക്ഷിച്ച് മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാകുന്നു. ശിഷ്ടന്മാർക്ക് അമ്മയെ ഇഷ്ടപ്പെടാൻ കാരണം അവരുടെ സമാധാനപരമായ മനസ്സിന് ഏറ്റവും അനുയോജ്യമായ ചൈതന്യം അമ്മയായതുകൊണ്ടാണ്. ഇനി ദേവിയുടെ 412-ാമത്തെ നാമം ശിഷ്ടപൂജിത, സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ. ശാസ്ത്രവിധിപ്രകാരം ജീവിക്കുന്നവരും
ധർമ്മം തെറ്റിക്കാത്തവരുമായ പുണ്യപുരുഷന്മാർ ആരെയാണോ ആരാധിക്കുന്നത് ആ ചൈതന്യമാണ് അമ്മ. വലിയ ജ്ഞാനികളും മഹർഷിമാരും തങ്ങളുടെ ആത്മീയ ഉയർച്ചയ്ക്കായി അമ്മയെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ ശിഷ്ടാചാരത്താൽ പൂജിക്കപ്പെടുന്നവൾ. ശിഷ്ടാചാരം എന്നാൽ വിശിഷ്ടമായ ആചാരങ്ങൾ വഴി ഭജിക്കപ്പെടുന്നവൾ. മനസ്സ്, വാക്ക്, കർമ്മം എന്നിവ ശുദ്ധമാക്കി വെച്ച് ചെയ്യുന്ന പൂജയാണ് ശിഷ്ടപൂജ. വലിയ ജ്ഞാനികളും മഹർഷിമാരും തങ്ങളുടെ ആത്മീയ ഉയർച്ചയ്ക്കായി അമ്മയെയാണ് ആശ്രയിക്കുന്നത്. സജ്ജനങ്ങളുടെ പാത പിന്തുടരുന്നവർ ചെയ്യുന്ന ലളിതമായ ഒരു അർച്ചന പോലും അമ്മയ്ക്ക് വലിയ പൂജയാണ്. അഹങ്കാരികൾ ചെയ്യുന്ന വലിയ യാഗങ്ങളെക്കാൾ അമ്മ ഇഷ്ടപ്പെടുന്നത് ഒരു ശിഷ്ടൻ അഥവാ സജ്ജനം അർപ്പിക്കുന്ന ഒരു തുളസീദളമാണ്. യഥാർത്ഥ ശിഷ്ടാചാരം എന്നാൽ നമ്മൾ സത്യസന്ധരായിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, വിനയത്തോടെ ജീവിക്കുക എന്നൊക്കെയാണ്. ഇത്തരത്തിൽ ജീവിക്കുന്നവർ ചെയ്യുന്ന ചെറിയൊരു പ്രാർത്ഥന പോലും വലിയൊരു പൂജയായി അമ്മ സ്വീകരിക്കും. ഇനി ദേവിയുടെ 413-ാമത്തെ നാമമായ അപ്രമേയ. അപ്രമേയ എന്നാൽ അളക്കാൻ സാധിക്കാത്തവൾ. പ്രമേയം എന്നാൽ അളക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. അപ്രമേയ എന്നാൽ ഒരു അളവുകോൽ കൊണ്ടും അളന്നെടുക്കാൻ കഴിയാത്തവളാണ് അമ്മ. നമ്മുടെ ബുദ്ധിയോ തർക്കങ്ങളോ ഇന്ദ്രിയങ്ങളോ, അതായത് കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയവ ഉപയോഗിച്ച് അമ്മയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ആകാശം എത്ര വലുതാണെന്ന് നമുക്ക് അളക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുപോലെ അമ്മയുടെ ചൈതന്യവും അനന്തമാണ്. അത് അളക്കാൻ കഴിയുകയേ ഇല്ല. മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ തന്നെ അറിയപ്പെടുന്നവളാണ് അമ്മ. അമ്മ അപ്രമേയയാണ് എന്ന് പറയുമ്പോൾ വാക്കുകൾക്കും ചിന്തകൾക്കും അപ്പുറമുള്ളവൾ എന്നാണ് അർത്ഥം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നതാണ്. അറിവിലൂടെയല്ല, മറിച്ച് അചഞ്ചലമായ ഭക്തിയിലൂടെ മാത്രമേ അപ്രമേയയായ അമ്മയെ തൊട്ടറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ദേവിയുടെ 414-ാമത്തെ നാമമായ സ്വപ്രകാശ. സ്വയം പ്രകാശ സ്വരൂപിയായവൾ. നമ്മുടെ ഉള്ളിലിരുന്ന് എല്ലാറ്റിനെയും അറിയാൻ നമ്മെ സഹായിക്കുന്ന ബോധം അമ്മയാണ്. കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും ഈ സ്വപ്രകാശ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ആ നിത്യപ്രകാശമാണ് ദേവി. നമ്മൾ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇരിക്കുകയാണെന്ന് കരുതുക. അവിടെയുള്ള വസ്തുക്കളെ കാണാൻ വെളിച്ചം വേണം. എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നറിയാൻ നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആ അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ അറിവ് അഥവാ ബോധം തന്നെയാണ് അമ്മ. പുറത്തുള്ള വെളിച്ചം പോയാലും ഉള്ളിലെ ഈ സ്വപ്രകാശമായ ചൈതന്യം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും. ആ വെളിച്ചം കാണാൻ നമ്മൾ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഈ ലോകത്തിലെ സകല വെളിച്ചങ്ങളുടെയും ഉറവിടമായ ആ സ്വപ്രകാശത്തെ നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കും. ഇനി ദേവിയുടെ 415-ാമത്തെ നാമമായ മനോവാചാമഗോചര. മന എന്നാൽ മനസ്സ്, വാച എന്നാൽ വാക്കുകൾ, അഗോചര എത്തിച്ചേരാൻ കഴിയാത്ത ഇടം. ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മനസ്സുകൊണ്ട് ചിന്തിച്ച് തീർക്കാനോ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി വിവരിക്കാനോ കഴിയാത്തവളാണ് അമ്മ. മനസ്സും വാക്കും കൊണ്ട് അമ്മയെ അറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? അതായത് വാക്കുകൾ നിശ്ചലമാകുമ്പോഴും
വാക്കുകൾ നിശ്ചലമാകുക എന്ന് വെച്ചാൽ മൗനമായിരിക്കുക. മനസ്സ് ചിന്തകളില്ലാതെ ശാന്തമാകുമ്പോഴും മാത്രമേ ആ ചൈതന്യം ഉള്ളിൽ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് യോഗികൾ ധ്യാനത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ മനസ്സ് എപ്പോഴും രൂപങ്ങളെയും ഗുണങ്ങളെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ അമ്മ ഇതിനെല്ലാം അപ്പുറത്തുള്ള അനന്തത ആയതുകൊണ്ട് മനസ്സിന് അമ്മയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. മനോവാചാമഗോചര എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹം, സമാധാനം, ദൈവികത ഇതൊന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല, അനുഭവിക്കാനുള്ളതാണ്. പഞ്ചസാരയുടെ മധുരം എത്ര വിവരിച്ചാലും അത് കഴിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം വേറെയാണ്. അതുപോലെ അമ്മയെക്കുറിച്ച് എത്ര പുസ്തകം വായിച്ചാലും പോരാ, മൗനമായി ഇരുന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ആ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് 90ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രീ വ്യാഹൃതി സന്ധ്യാ ദ്വിജവൃന്ദനിഷേവിത. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ചിച്ഛക്തി, അതായത് ദേവിയുടെ 416ാമത്തെ നാമം. ചിച്ഛക്തി, ചിത് പ്ലസ് ശക്തി. ചിത് എന്നാൽ അറിവ് അഥവാ ബോധം. എല്ലാ ജീവരാശികളിലും ബോധസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ, അതായത് ജ്ഞാനമാകുന്ന ശക്തിയോടു കൂടിയവൾ. നമ്മുടെ ഉള്ളിലിരുന്ന് ഞാൻ ഉണ്ട് എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന ആ ചൈതന്യമാണ് ചിച്ഛക്തി. ഈ ശക്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ചിച്ഛക്തിയെ ജ്ഞാനശക്തി എന്നും വിളിക്കാറുണ്ട്. ഇരുട്ടിൽ വെളിച്ചം എന്ന പോലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി അറിവ് നൽകുന്ന ശക്തിയാണിത്. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ ചിച്ഛക്തിയെ നമുക്ക് ദർശിക്കാനാകും. ഇനി ദേവിയുടെ 417ാമത്തെ നാമമായ ചേതനാരൂപ, ചൈതന്യ സ്വരൂപിണിയായവൾ. ചേതനയുടെ അഥവാ ഉണർവിൻ്റെ രൂപമായി നിൽക്കുന്നവളാണ് ദേവി. ജഡമായ ഈ ശരീരത്തിന് ജീവൻ നൽകി അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അമ്മയാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും കുടികൊള്ളുന്ന ആ ജീവചൈതന്യമാണ് അമ്മ. ചേതനയുള്ളിടത്താണ് പ്രകാശമുണ്ടാകുന്നത്. നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവയെ പ്രകാശിപ്പിക്കുന്നത് അമ്മയുടെ ഈ ചേതനാഭാവമാണ്. ഈ ചൈതന്യം പിൻവാങ്ങിയാൽ ശരീരം വെറും ജഡമായി മാറുന്നു. നമ്മെ നമ്മളാക്കി മാറ്റുന്ന, നമുക്ക് ജീവൻ നൽകുന്ന ആ ഉണർവ് അമ്മ തന്നെയാണ്. ഇനി ദേവിയുടെ 418ാമത്തെ നാമമായ ജഡശക്തി, ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന അതേ ദേവി തന്നെ ജഡശക്തിയായിട്ടും മാറുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും അടങ്ങിയിരിക്കുന്ന ആന്തരിക ശക്തിയാണ് അമ്മ. കുറേ അണുക്കൾ ചേർന്നാണ് ജഡവസ്തുക്കൾ ഉണ്ടാകുന്നത്. ആ അണുവിനെ ചലിപ്പിക്കുന്നതും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ബലം ജഡശക്തിയാണ്. അതായത് ജീവൻ്റെ ലക്ഷണങ്ങൾ പുറമേ കാണിക്കാത്ത വസ്തുക്കളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജം. ഒരു തീപ്പെട്ടിക്കൊള്ളി നമ്മുടെ കയ്യിൽ വെറുതെ ഇരുന്നാൽ അതിൽ തീയുണ്ടാകില്ല. പക്ഷേ ആ കൊള്ളി ഒന്ന് ഉരസിയാൽ അതിൽ നിന്ന് തീ പുറത്തേക്ക് വരും. ആ കൊള്ളിയിൽ ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യമായ ആ ശക്തിയാണ് ജഡശക്തി. ഇനി ദേവിയുടെ 419ാമത്തെ നാമമായ ജഡാത്മിക,
ജഡവസ്തുക്കളുടെ ആത്മാവായി ഇരിക്കുന്നവൾ. നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന ജീവൻ്റെ ലക്ഷണങ്ങളില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ ജഡം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് കല്ല്, മണ്ണ്, ലോഹങ്ങൾ, നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഈ വസ്തുക്കൾക്ക് സ്വന്തമായി ചിന്തിക്കാനോ ചലിക്കാനോ കഴിയില്ല. എന്നാൽ ഇവയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവിടെയും അമ്മയുണ്ട്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയും ജഡമാണ്. എന്നാൽ ഇവ അഞ്ചും ചേർന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. ഈ പഞ്ചഭൂതങ്ങളുടെ സത്ത അഥവാ ഇവയെ നിലനിർത്തുന്ന ശക്തി അമ്മയാണ്. ദേവിയുടെ വിരാട് സ്വരൂപമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം തന്നെ ആയിട്ടിരിക്കുന്നവൾ ജഡാത്മിക. ഇനി ദേവിയുടെ 420ാമത്തെ നാമമായ ഗായത്രി. വേദമാതാവായ ഗായത്രി മന്ത്രത്തിൻ്റെ സ്വരൂപമായവൾ. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ആരാണോ ഈ മന്ത്രം ജപിക്കുന്നത് അവരെ രക്ഷിക്കുന്നത് കൊണ്ട് ഗായത്രി. ഭക്തനെ സംസാര സാഗരത്തിലെ ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്ന മന്ത്രമാണ് അമ്മ. രാവിലെ സരസ്വതി അതായത് ഭ്രാമിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും അതായത് വൈഷ്ണവി, വൈകുന്നേരം പാർവതി അതായത് ശാംഭവിയായും ഗായത്രി വിളങ്ങുന്നു. ഈ 3 ഭാവങ്ങളും ചേർന്നാണ് ലളിതാംബിക. ദിയോ യോന്ന പ്രചോദയാത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ ഉണർത്തുന്ന ആ വെളിച്ചം അത് അമ്മയാണ്. സാധാരണയായി ഗായത്രി മന്ത്രം സൂര്യനെയാണ് ആരാധിക്കുന്നത്, സവിതാവിനെ. എന്നാൽ ഇവിടെ സൂര്യൻ എന്നത് ആകാശത്തെ സൂര്യൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റുന്ന ജ്ഞാനസൂര്യനാണ്. മന്ത്രരൂപത്തിൽ അമ്മ നമ്മുടെ നാവിലും ഹൃദയത്തിലും വസിക്കുന്നു. നമ്മൾ ഗായത്രി ജപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലളിതാംബികയുടെ ജ്ഞാനസ്വരൂപത്തെയാണ് ഉണർത്തുന്നത്. ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്ക് ലളിത സഹസ്രനാമത്തിലെ ഈ നാമം ചൊല്ലുന്നതിലൂടെ മന്ത്രത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. അതായത് നമ്മൾ ജപിക്കുന്ന ഗായത്രി മന്ത്രവും ലളിതാംബികയും രണ്ടല്ല. നമ്മെ രക്ഷിക്കുന്നവളാണ് ഗായത്രി. നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം നൽകാനും ശരിയായ വഴിയിലൂടെ നമ്മെ നയിക്കാനും അമ്മ മന്ത്രരൂപത്തിൽ നമുക്ക് വഴി കാട്ടുന്നു. ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ ആരാധിക്കുന്നത് സാക്ഷാൽ ലളിതാംബികയെ തന്നെയാണ്. ഇനി ദേവിയുടെ 421ാമത്തെ നാമമായ വ്യാഹൃതി. വ്യവഹാര സ്വരൂപിണിയായവൾ. വ്യാഹൃതി എന്നാൽ വിശേഷമായ ഉച്ചാരണം അഥവാ പ്രകടമാക്കപ്പെട്ട വാക്ക്. നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ എന്നിവയെല്ലാം വ്യവഹാരങ്ങളാണ്. നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ ആശയവിനിമയം നടത്താനുള്ള ഭാഷയായിട്ടിരിക്കുന്നതും അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറയുന്നത്. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ വ്യാഹൃതികൾ ഉച്ചരിച്ചുകൊണ്ടാണ്. അതായത് അദൃശ്യമായ ദൈവികത ഈ ലോകത്ത് പ്രകടമാകുന്നത് അഥവാ വ്യവഹാരമാകുന്നത് വ്യാഹൃതി എന്ന ഭാവത്തിലൂടെയാണ്. നമ്മൾ പരസ്പരം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ലോകത്തെ അറിയുന്നതുമെല്ലാം അമ്മയുടെ ഈ വ്യാഹൃതി എന്ന ശക്തി മൂലമാണ്. ഇനി ദേവിയുടെ 422ാമത്തെ നാമമായ സന്ധ്യ. സന്ധ്യാസ്വരൂപിണിയായവൾ. പകലും രാത്രിയും തമ്മിൽ ചേരുന്ന സമയമാണ് സന്ധ്യ. ത്രിസന്ധ്യകളിലും അതായത് പ്രഭാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഈ സന്ധ്യകളിലെല്ലാം ആരാധിക്കപ്പെടുന്നതിനാൽ ദേവിക്ക് സന്ധ്യ എന്നും നാമം. പുറമേയുള്ള ലോകം നിശബ്ദമാകുമ്പോൾ
ഉള്ളിലെ ജ്ഞാനത്തെ ഉണർത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമായതുകൊണ്ടാണ് അമ്മയെ സന്ധ്യ എന്ന് വിളിക്കുന്നത്. പുരാണപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക ചൈതന്യമാണ് സന്ധ്യ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് സന്ധ്യ എന്നർത്ഥം. പകലിനെയും രാത്രിയെയും ബന്ധിപ്പിക്കുന്നതാണല്ലോ സന്ധ്യ. അതുകൊണ്ട് സന്ധ്യ എന്നത് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സ് എളുപ്പത്തിൽ ഏകാഗ്രമാവും. പ്രഭാതസന്ധ്യയിൽ അമ്മ ബ്രാഹ്മിയും ഉച്ചയ്ക്ക് വൈഷ്ണവിയും സായാഹ്നത്തിൽ ശാംഭവിയും ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ 3 ഭാവങ്ങളും ലളിതാംബികയിൽ ഒത്തുചേരുന്നതുകൊണ്ട് സന്ധ്യകളിൽ അമ്മയെ ഭജിക്കുന്നത് നമ്മുടെ കർമ്മദോഷങ്ങൾ തീരാൻ സഹായിക്കും. പകലും രാത്രിയും സന്ധിക്കുന്ന ആ പുണ്യനിമിഷം അമ്മയുടെ രൂപമാണ്. നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറി ജ്ഞാനത്തിൻ്റെ വെളിച്ചം വരാൻ ഏറ്റവും നല്ല സമയം സന്ധ്യയാണ്. ഈ സമയത്ത് മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറ്റി അമ്മയുടെ നാമങ്ങളിൽ അർപ്പിക്കുമ്പോൾ ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി ദേവിയുടെ 423 നാമമായ ദ്വിജവൃന്ദനി സേവിത. ദ്വിജ എന്നാൽ ബ്രാഹ്മണൻ. അഹങ്കാരം വെടിഞ്ഞ് ജ്ഞാനത്തിലേക്ക് ഉണരുന്ന ഏതൊരാളും ദ്വിജൻ ആണ്. ഇവിടെ ജാതിയല്ല ഉദ്ദേശിക്കുന്നത്. വൃന്ദ എന്നാൽ കൂട്ടം, നിഷേവിത എന്നാൽ സേവിക്കപ്പെടുക. കൂടാതെ ദ്വിജൻ എന്ന വാക്കിന് 2 തവണ ജനിച്ചവൻ എന്നും അർത്ഥമുണ്ട്. ആദ്യത്തെ ജനനം അമ്മയുടെ വയറ്റിൽ നിന്നും, രണ്ടാമത്തെ ജനനം ഗുരുവിൽ നിന്ന് ദീക്ഷ അതായത് ഉപനയനം സ്വീകരിക്കുമ്പോഴുമാണ്. അമ്മയെ ദ്വിജന്മാരുടെ കൂട്ടം സേവിക്കുന്നു എന്ന് പറയുന്നത് ജ്ഞാനമുള്ളവർക്ക് മാത്രമേ, അതായത് ദ്വിജന്മാർക്ക് മാത്രമേ അമ്മയുടെ യഥാർത്ഥ ചൈതന്യം മനസ്സിലാക്കി ആരാധിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങുന്നവളാണ് അമ്മ. ലൗകികർക്ക് അമ്മയുടെ യഥാർത്ഥ ചൈതന്യം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലിനോക്കാം. ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദനിഷേവിത. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.